ഈ വളരെ നാച്ചുറലി നമ്മൾ സ്ത്രീകൾക്ക് വരുന്ന ഒരു സാധനമാണല്ലോ ഈ ആഭരണങ്ങളോടുള്ള ഒരു ഇഷ്ടം പൊതുവെ. പക്ഷെ സ്വർണം എന്നുള്ള സാധനത്തിനോട് എനിക്ക് അങ്ങനെ ഒരിക്കലും ഇഷ്ടം തോന്നിയിട്ടില്ല. നമ്മൾ കുറച്ചുകൂടി വലുതാവുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു ജർമ്മൻ സിൽവർ എന്നുള്ള സാധനം നമുക്ക് കുറച്ചും കൂടി ഒരു രസമുള്ള, കുറച്ചുകൂടി ഇന്ത്യൻ ടച്ച് ഉള്ള ഒരു സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം. അപ്പം സ്വർണത്തിന്റെ ഒരു കളർ സത്യം പറഞ്ഞ എനിക്ക് ഒരിക്കലും ഇഷ്ടമായിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു ബ്ലാക്ക് മെറ്റൽ എന്നുള്ള സാധനം നമ്മൾ കാണുകയും അതിനോടൊരു ഭ്രമം ഉണ്ടാവുകയും പൊതുവെ നമ്മൾ ടീനേജ് കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ ആദ്യമേ ഉണ്ട്. അപ്പം ഇങ്ങനൊരു സാധനത്തിന് ഒരു ക്യൂരിയോസിറ്റിയും ഒരു അട്രാക്ഷനും ഒക്കെ ആ ഒരു സമയത്തേ ഉള്ളതാണ്. അതിന്നൊക്കെ തന്നെയാണ്, ആ ഒരു പാഷനിലൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സാധനം നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും, നല്ല സെലക്ഷൻ പറ്റും. സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ഇതിനൊരു ക്രിയേറ്റ് ചെയ്യാനുള്ള, മാനുഫാക്ചർ ചെയ്യാനുള്ള ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഒരു ബിഗിനർ എന്നുള്ള സമയത്ത് നമുക്കത് ഉണ്ടാവില്ല, അഫോർഡബിൾ ആവില്ല. ഒരു ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാനുഫാക്ചർ ചെയ്യണം ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. സോ അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ക്യൂറേറ്റ് ചെയ്യാമെന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തി. നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്ത് സാധനങ്ങൾ ക്യൂറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ആളുകൾക്ക് എത്തിക്കൊടുക്കാന്ന്. അപ്പം ആദ്യം നമുക്ക് ഫോട്ടോസ് ഇടുന്ന സമയത്ത് നമുക്കുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അതിനോടുള്ള റെസ്പോൺസ് ആണ്. കാരണം ഒരുപാട് ആളുകൾ ആ സമയത്ത് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ട് ബിസിനസ് എന്നുള്ളതിലേക്ക് എത്തിയ സമയമാണ് ഒരു കൊറോണ സമയം. അപ്പം നമ്മൾ അതിന് എങ്ങനെ ഡിഫറെന്റ് ആക്കുന്നുള്ളത് നമ്മളുടെ ഒരു എസ്തെറ്റിക് സെൻസ് എന്നുള്ള സാധനമാണല്ലോ. സോ അത് വർക്ക് ചെയ്ത് തുടങ്ങി, റീസെല്ലറായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നാണെങ്കിലും കാണുന്ന ആരുടെ അടുത്തുനിന്നാണെങ്കിലും അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈവൻ എനിക്ക് ഫസ്റ്റ് കൊറോണ സമയത്തൊക്കെ നന്നായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഇൻകം അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംരംഭകയാവുക എന്നുള്ളത് ഞാൻ ഭയങ്കര ആലോചിച്ച് അങ്ങനെ എടുത്തൊരു തീരുമാനമൊന്നുമല്ല. വളരെ നോർമലായിട്ട് ജീവിതത്തിലേക്ക് ഹാപ്പൻ ചെയ്തൊരു സാധനമാണ് ഈ ഒരു ബിസിനസ് പ്ലാൻ എന്നുള്ള സാധനം. ബിക്കോസ് കൊറോണയുടെ സമയത്ത് എല്ലാവർക്കും സംഭവിച്ച പോലെ തന്നെ ജോലി നഷ്ടപ്പെടുക, പിന്നെ എന്ത് ചെയ്യുന്നുള്ള ചോദ്യം മുന്നിൽ വരിക. അപ്പൊ ഇനി പുതിയൊരു ജോലിക്ക് കയറുന്നവരെ ഉള്ളൊരു സമയത്ത് ഒരു സൈഡ് ഹസിൽ എന്നുള്ള രീതിയിലാണ് എന്തെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ആലോചനയിലേക്ക് എത്തിയത്. അപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിൽ ആ ബിസിനസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. കാരണം എനിക്കൊരു സ്കില്ലുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും പലരും നമുക്കൊരു അപ്രിസിയേഷൻ തന്നിട്ടുള്ളതും നമ്മുടെ ചോയ്സ്, ഒരു ഓർണമെന്റ്സിലാണെങ്കിലും ഡ്രസ്സിലാണെങ്കിലും ചോയ്സിന്റെ കാര്യത്തിൽ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടായിരുന്നു. സോ അത് എങ്ങനെ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ആക്കാന്നുള്ള ഒരു ആലോചനയാണ് നെക്സ്റ്റ് ആയിട്ട് വന്നത്. ബിക്കോസ് ആ സമയത്ത് നമുക്ക് ഈ റീസെല്ലിംഗ് സാധ്യതകൾ ഉണ്ടായിരുന്നു ഒരുപാട്. നമ്മൾ പ്രത്യേകിച്ചൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഓർണമെന്റ്സ് റീസെല്ല് ചെയ്യാനുള്ള സാധ്യതയും മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ടായിരുന്നു. സോ ഞാൻ ആദ്യം ബിഗിൻ ചെയ്തത് ഒരു റീസെല്ലറായിട്ടാണ്, ഓൺലൈൻ വഴിയുള്ള ഒരു റീസെല്ലറായിട്ടാണ്. അവർ നമുക്ക് അവരുടെ പ്രൊഡക്ട്സിന്റെ ഫോട്ടോസ് അയച്ചു തരും. ഞാനത് വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കാണും, അത് ചോദിക്കും, റേറ്റ് ചോദിക്കും, നമ്മളത് ഓക്കെ അവർ ഇഷ്ടപ്പെട്ട അവർ വാങ്ങിക്കും. അങ്ങനെ ഒരു റീസെല്ലിംഗ് ആയിട്ടാണ് ആസ് എ ബിഗിനർ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നീടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഞാൻ സാധനങ്ങൾ അവിടെ പോയി എടുത്ത് സ്റ്റോക്ക് ചെയ്ത് ബിസിനസ് എന്നുള്ള സാധനത്തിലേക്ക് ബിഗിൻ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഓണത്തിന് ചെയ്ത ഷൂട്ട് തന്നെയാണ്. ആക്ച്വലി റീമ കല്ലിങ്ങലിനെ വെച്ചിട്ട് നമ്മളൊരു ഷൂട്ട് ചെയ്തു. ആ ഷൂട്ടിൽ ഞാൻ 2 രീതിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അതിൻ്റെ ഒരു ആർട്ട് ഡയറക്ടറായിട്ടും, 2 നമ്മളിങ്ങനെ ജ്വല്ലറി കൊടുത്തിട്ടും. അതിലൊരു രസമുള്ള കൺസെപ്റ്റ് ആയിരുന്നു, അതായിരുന്നു അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. മഹാബലിയുടെ ക്യൂനായിരുന്നു നമ്മൾ ആ ഫോട്ടോഷൂട്ടിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്തത്. അത് ഭയങ്കര രസമുള്ളൊരു ഷൂട്ടായിരുന്നു. അത് ഭയങ്കര റെസ്പോൺസും ഉണ്ടായിരുന്നു നമുക്ക് മൊത്തം ആൾക്കാരുടെ അടുത്ത് നിന്ന്. അതിനുശേഷം നമുക്കും ബിസിനസ് എന്ന നിലയിലും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 3-4 years ആയിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ നിന്നതിന് ശേഷം ആക്ച്വലി എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെയും ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്തുകൂടെ. പക്ഷെ എപ്പോഴും എനിക്ക് എനിക്ക് ഭയങ്കര ആക്സസും ഉണ്ട് സത്യത്തിൽ. എന്നിട്ട് പക്ഷെ എനിക്ക് തോന്നല് അവരിട്ടിട്ട് ബാക്കിയുള്ളവരിടുന്നതിനേക്കാളും എനിക്ക് ആൾക്കാർക്ക് അങ്ങനെ തന്നെ ചെയ്തിട്ട് കൊടുക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. അതായത് നമ്മളൊരു പേഴ്സണൽ ലെവലിലുള്ള ഒരു മാർക്കറ്റിംഗ് എന്നുള്ളതിലാണ് ഞാൻ കുറച്ചുകൂടി എൻ്റെ ഒരു
ഇഷ്ടം. കാരണം ഞാൻ ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ടല്ലല്ലോ സാധനങ്ങൾ ചെയ്യുന്നത്. കുറച്ചുകൂടി ക്യൂറേറ്റഡ് സാധനങ്ങളായിട്ട്, സ്പെഷ്യൽ പീസുകളായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനാണ് എൻ്റെ ഒരു താല്പര്യം. പിന്നെ ഏറ്റവും സങ്കടം വന്ന സമയം എന്ന് പറഞ്ഞാൽ, സങ്കടമാണോ എന്ന് എനിക്കറിയില്ല, ബ്രേക്ക് ഇവൻ ഉണ്ടാവും. അപ്പൊ അതുവരെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാ ബിസിനസ്സിലും നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് വർക്ക് ചെയ്യുക.